നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 108ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനരചയിതാവും സംവിധായകനും നിർമ്മാതാവും അങ്ങനെ ബഹുമുഖ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഞാൻ തമ്പിച്ചേട്ട എന്നാണ് പണ്ട് മുതലേ വിളിച്ചിരുന്നത്. ഞാൻ താമസിക്കുന്ന തമ്പാനൂര് എൻ്റെ വീട്ടിൻ്റെ ഒരു 5 വാര അകലെ എന്ന് വെച്ചാൽ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള ഒരു ബിൽഡിങ്ങിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫീസും നിർമ്മാണ കമ്പനിയൊക്കെ ആയിട്ട് റോഡ് വാക്കിലുള്ളൊരു ബിൽഡിങ്ങിൽ ഓഫീസിൽ സ്ഥിരമായി അദ്ദേഹം വരാറുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. സത്യം പറയട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. ഇത് നിങ്ങളോട് പറയുമ്പോൾ പുകഴ്ത്തലാണെന്നൊന്നും പറയരുത്. ഒരിക്കൽ പോലും അദ്ദേഹത്തോട് അഭിനയിക്കാൻ ചാൻസ് വേണമെന്നോ സംവിധായകനാക്കണമെന്നോ എന്നെ എങ്ങനെയെങ്കിലും സിനിമയിൽ കൊണ്ടെത്തിക്കണമെന്നോ ഈ എപ്പിസോഡ് തയ്യാറാക്കുമ്പോൾ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ്. ഞാൻ 2 ചെറിയ ചിത്രങ്ങൾ, ഒന്ന് തമിഴിലും ഒന്ന് മലയാളത്തിലും സംവിധാനം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാതിരിക്കാം എങ്കിലും 50% നടക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾക്കുള്ളിൽ നിൽക്കുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ മലയാളത്തിൽ ഇത് നടക്കുകയാണെങ്കിൽ തമ്പിച്ചേട്ടനെ കൊണ്ട് 2-3 ഗാനങ്ങൾ എഴുതിക്കണമെന്നുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള ഗാനങ്ങളല്ല, എൻ്റെ ഭാവനയ്ക്കും എൻ്റെ സിനിമയുടെ ഇതിനും അനുസരിച്ച് അദ്ദേഹം കൂടെ സമ്മതിക്കുകയാണെങ്കിൽ 2-3 പാട്ടുകൾ തമ്പിച്ചേട്ടനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ കാണുമ്പോഴെല്ലാം എൻ്റെ വീടിൻ്റെ വശത്തുള്ള റോഡ് 3 റോഡ് ചേരുന്ന ജംഗ്ഷനിൽ ഇദ്ദേഹം വന്ന് നിൽക്കും. ഒറ്റയ്ക്കാണ് വന്ന് നിൽപ്പ്. ചേട്ടാ എന്ന് വിളിച്ചു വളരെ ഗാംഭീര്യത്തോടു കൂടിയ എന്താ വേണ്ടേ, ഇങ്ങനെയാണ് തുടക്കം. അങ്ങനെ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഏതൊക്കെ കണ്ടു? എൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? എപ്പോഴും എന്നെ കാണുമ്പോൾ ഓടി വരുന്നുണ്ടല്ലോ. സിനിമയോട് ഭയങ്കര താല്പര്യമാണോ? താല്പര്യമുണ്ട് ചേട്ടാ. പിന്നെ കുറച്ചൊക്കെ ഞാൻ എഴുതും. എന്താണ് എഴുതുന്നത്? അത് കവിതയും കഥയും നോവലും ഒക്കെ എഴുതും. ഓഹോ, അപ്പോൾ എല്ലാം ചെയ്യും അല്ലേ? അങ്ങനെയൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ കുത്തിക്കുറിക്കും. ചെന്നൈ എൻ്റെ വീട്ടിലോട്ടൊന്ന് ക്ഷണിക്കണമെന്നുണ്ട്. അന്ന് തമ്പാനൂരിലെ ഞങ്ങളുടെ വീട് ഓലമേഞ്ഞ വീടാണ്. അന്ന് ആ വീട്ടിൽ തണുപ്പ് കാലത്തും ചൂടുകാലത്തും സുഖമായി നിദ്രയെ പ്രാപിക്കാൻ കഴിയും. വളരെ ചുരുക്കം ചില വീടുകളേ ഉള്ളൂ അന്ന് ഓലമേഞ്ഞത്. ബാക്കിയെല്ലാം ടെറസ് വീടുകളും ഓടിട്ട വീടുകളൊക്കെയാണ്. അപ്പോൾ തമ്പിച്ചേൻ്റെ ഓഫീസ് നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീട് കാണാം. ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു മടങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് ചിലവ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേഖലയെക്കുറിച്ച് കൂടുതൽ പറയാം.
കവി, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പി 1940 മാർച്ച് 16 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പുന്നൂർ കൊട്ടാരത്തിൽ കരിമ്പാലത്താണ് ജനനം. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, IIT തുടങ്ങിയ നിന്ന് പഠനം പൂർത്തിയാക്കി. 1960 20ാമത്തെ വയസ്സിൽ ഒരു കവിയും കുറേ മാലാഖമാരും പ്രസിദ്ധപ്പെടുത്തി. നിരവധി അവാർഡുകൾ നേടി. 2018 സംസ്ഥാന സർക്കാർ JC ഡാനിയൽ അവാർഡ് നൽകി ആദരിച്ചു. 22 കഥാചിത്രങ്ങൾ, 6 TV പരമ്പരകളും നിർമ്മിച്ചു. ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ 3 തവണ അംഗം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കരിമ്പാലയത്ത് വീട്ടിൽ സ്വസ്ഥജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചുമൊക്കെ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരില്ല. എങ്കിലും ഗാനം എന്നുള്ള ഒരൊറ്റ ചിത്രം മതി സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ എന്നാണ് എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത്. എത്ര സുന്ദരമായാണ് ആ ചിത്രം ചെയ്തത്. അതുപോലെ തന്നെ മോഹിനിയാട്ടം എന്ന ചിത്രവും. ഗാനരചന എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാക്കളിൽ എന്തുകൊണ്ടും മുൻപന്തിയിൽ തന്നെയാണ് അദ്ദേഹം. സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല ഗൗരവവും മുൻശുണ്ടിയും ഉള്ള വ്യക്തിയാണ് എന്ന്. പക്ഷേ നൈർമല്യം നിറഞ്ഞ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്ര ഭാവനാ സമ്പൂർണമാണ്. പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേൻ പല്ലവി, ആ സോങ് എത്രയാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സോങ് ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. അതേപോലെ സൗഗന്ധികങ്ങളെ ഉണരുവിൻ പൂമാനം പൂത്തുലഞ്ഞേ. ഇങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര ഗാനം. ശരിക്കും മാനസികമായി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇത്രയും ഭാവനാപൂർണമായിട്ടുള്ള ഗാനങ്ങൾ എങ്ങനെ മനസ്സിൽ ഉടലെടുക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. രാഗവർണ്ണമിയെ എന്നുള്ളൊരു ആൽബം ഞാൻ ചെയ്യാൻ വേണ്ടി 12 സോങ് എഴുതിയപ്പോൾ ചുരുങ്ങിയത് 1.5 മാസം എടുത്തു എന്നുള്ളതാണ്. ആ സമയത്ത് ട്യൂൺ ഇട്ട ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ ഗാനങ്ങൾ രചിക്കുന്ന ഒരു വലിയ പ്രതിഭ. സത്യത്തിൽ ബഹുമാനത്തോടെ ആദരവോടെ അല്ലാണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. പ്രായമൊന്നും തളർത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കും വ്യക്തിത്വത്തിനും. അതുകൊണ്ടാണ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നത്, എൻ്റെ 2 പ്രോജക്റ്റിൽ, എൻ്റെ ഈ മലയാളം പ്രോജക്റ്റിൽ അദ്ദേഹത്തെ കൊണ്ട് ഗാനങ്ങൾ എഴുതിക്കണം. അദ്ദേഹം ഗാനം എഴുതി നിർത്തി എന്നതൊക്കെയാണ് ഈയിടയ്ക്കുള്ള പല അഭിമുഖങ്ങളിലും പറയുന്നത്. എന്തോ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വീണ്ടും താമസം പിന്നെ ഞാൻ കാണുന്നുണ്ട്. ഇത്രയും ഭാവനാസമ്പൂർണമായിട്ടുള്ള ഒരു കവി, ഗാനരചയിതാവ്, സംവിധായകൻ. ഗാനം എന്നുള്ള ചിത്രത്തിൻ്റെ ഓരോ ഫ്രെയിംസും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒടുവിൽ ഞാൻ കണ്ടത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇളം കറുപ്പുള്ള പാൻറ്റും വരയുള്ള ഷർട്ടും ഇട്ട്
പ്രോസസ്സിംഗ് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഓടിച്ചെന്ന് കണ്ടു. ചേട്ടാ, ഞാൻ ശരവണനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മൂളി. എന്താ ഇവിടെ? ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററിയുടെ വർക്കിനായിട്ട് വന്നതാണ്. അപ്പം എന്നോട് പറഞ്ഞ് ആ വഴിയിലേക്ക് വന്നു അല്ലേ? എന്താണ് ശരിക്കും ശരവണൻ്റെ മനസ്സിൽ? നടനാവാനാണോ മറ്റേതെങ്കിലും മേഖലയിൽ കൂടാനാണോ ഇഷ്ടം? അഭിനയിക്കാൻ മോഹം ഇല്ലായ്കയൊന്നുമില്ല, എങ്കിലും അഭിനയത്തെക്കാൾ ഉപരി സംവിധാനം എന്നുള്ള ആ പ്രക്രിയയിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അത് ശരി. അപ്പോൾ എന്നെ തമ്പാനൂരിൽ വെച്ച് പലവട്ടം കണ്ടപ്പോഴും ശരവണൻ്റെ മുഖഭാവം ശ്രദ്ധിക്കുമ്പോൾ അറിയാം എന്തെങ്കിലുമൊക്കെ എന്നോട് പറയണമെന്ന്. പക്ഷേ എൻ്റെ ആ ചോദ്യം എന്നിട്ടൊരു ചിരി ചിരിച്ചു. എന്താ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തോടൊന്നും പറയാൻ കഴിയില്ല. 3 തവണ ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ അംഗമായ ഒരു പ്രതിഭ. ശരിക്കും അദ്ദേഹത്തിന് ഭാരത സർക്കാർ പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം സിനിമയുടെ എല്ലാ മേഖലകളിലും ആര് പറഞ്ഞാൽ വിശ്വസിക്കും അദ്ദേഹം ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്തു. അതിലെ പാട്ടുകളെല്ലാം ബമ്പർ ഹിറ്റാണ്. അപ്പം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ആദ്യ കവിതാസമാഹാരം അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹം 2 വരിയിൽ ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു. 26/9/1997 മദ്രാസ്. ശ്രീകുമാരൻ തമ്പി. പ്രിയപ്പെട്ട മിസ്റ്റർ ശരവൺ മഹേശ്വർ, താങ്കൾ സദയം അയച്ചു തന്ന പുസ്തകങ്ങൾ യഥാസമയം കൈപ്പറ്റി. നന്ദി. താങ്കളുടെ സാഹിത്യ പരിശ്രമങ്ങൾക്ക് വിജയം നേരുന്നു. സ്നേഹപൂർവ്വം, ശ്രീകുമാരൻ തമ്പി. ഈ കത്ത് ഇന്ന് എൻ്റെ കയ്യിൽ നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. സിനിമയുടെ എല്ലാ മേഖലകളിലും ഇദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഗാനമായാലും കവിതയായാലും ചലച്ചിത്ര ഗാനങ്ങളെക്കാട്ടിലും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ ലളിതഗാനങ്ങളിലാണ്. കൈവയ്ക്കാത്ത മേഖല ഒന്നുമില്ല എന്നുള്ളതാണ്. ഇത്രയും ഹൃദയവിശാലതയുള്ള സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു കലാകാരൻ. സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ഗാംഭീര്യത്തോടു കൂടിയാണ് സംസാരമെങ്കിലും ഇത്രയും സ്നേഹവും. ഓരോ വ്യക്തികളും വളർന്നു വരണം എന്നുള്ള ഒരു ചിന്ത, പക്വമായ ഒരു ചിന്ത. എല്ലാവരും വളർന്നു വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരിക്കും എങ്ങനെയും ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാള സിനിമയുടെ കാരണവർ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് രാഷ്ട്രം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതിയെങ്കിലും കൊടുക്കണം എന്ന് ഞാൻ പറയാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഞാൻ പലവട്ടം അദ്ദേഹത്തിൻ്റെ പല കുറിപ്പുകൾക്കടിയിലും ഞാൻ ഇത് പരാമർശിച്ചിട്ടുണ്ട്. എത്രയോ ഇൻ്റർവ്യൂകൾ കണ്ടു, എണ്ണിയാൽ തീരില്ല. അത്രമാത്രം ഇൻ്റർവ്യൂകളിലും അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായ സരസമായ വർത്തമാനങ്ങൾ നമ്മുടെ മനസ്സിനെ കോരിത്തരിപ്പിക്കും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം ഒരു ഗാനം എഴുതി, പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ആ പാട്ട് ഞാൻ 100 തവണയെങ്കിലും കേട്ടതാണ്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് ആ കുറിപ്പ് എവിടെയോ വെച്ച് മാറിപ്പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനാവൈഭവം
ഗാനത്തിലെ പാട്ടുകൾ, ഗാനത്തിൽ അദ്ദേഹം എഴുതിയ വരികൾ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക തലത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നതിൽ സംശയമേയില്ല. ആലാപനം 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 അനാദിമർത്യാന്ത നീ വിശ്വചലനം അനവദ്യ സംഗീതാലാപനം ആലാപനം ആലാപനം. ആ ഗാനമൊക്കെ നമ്മളിലുണ്ടാക്കുന്ന ചലനങ്ങൾ, ഞാൻ ഗായകനൊന്നുമല്ല കേട്ടോ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പാടി ഒപ്പിച്ചതാണ് 2 വരി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭാവന എങ്ങനെ വന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു ഗാനം എഴുതാൻ 2 ആഴ്ച വിചാരിച്ചിട്ട് നടക്കാതെ അത് ശരിയാവുമോ ഇത് ശരിയാവുമോ ഭാവന ശരിയാവുമോ എന്ന് നോക്കുന്ന ഒരാൾ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ട്യൂണിട്ട പല സംഗീത സംവിധായകനും ട്യൂണിട്ട ശേഷം തമ്പിച്ചേട്ടനെ കൊണ്ട് പാട്ട് എഴുതുക. നിമിഷ നേരം കൊണ്ട് മനസ്സിൽ ഒരു ഭാവമുണ്ടാവുക, ആ ഭാവത്തിനനുസരിച്ച് എഴുതുക. അപാര ജനുസുകളിൽപ്പെടും എന്നതാണ് പരമാർത്ഥം. വ്യക്തിപരമായിട്ട് ഒരുപാട് അടുപ്പമൊന്നുമില്ലെങ്കിലും ഒരു ഗുരുതുല്യനായ ഒരു വലിയ പ്രതിഭ, ഏതർത്ഥത്തിൽ പറഞ്ഞാലും എങ്ങനെ നോക്കിയാലും ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും വിരിയുന്ന ചിന്തകൾ എത്ര ലളിതമായാണ് അദ്ദേഹം ഓരോ വരികളും കുറിച്ചിരിക്കുന്നത്. ലളിതഗാനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ, ദാസേട്ടൻ പാടിയിട്ടുള്ള അതിലെ ലിസ്റ്റ് എടുത്താൽ ഓരോ ഗാനവും ഒന്നിൽ നിന്നും എത്ര വ്യത്യസ്തത പുലർത്തുന്നു. സംവിധാന മികവ് നോക്കിയാലും അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ ചിത്രങ്ങളിലെയും ഫ്രെയിംസും, ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റിയിട്ട് കഴിവുള്ള പ്രതിഭ എന്നല്ലാണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനൊരു എപ്പിസോഡ് തയ്യാറാക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ചിലരോട് ചോദിച്ചപ്പം തമ്പിച്ചേട്ടന് ചെറിയ ശുണ്ഠിയുണ്ട്, അതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാവന വിലാസം അത് നമ്മൾ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. അത്രമാത്രം കഴിവുള്ള, കൃത്യനിഷ്ഠയുള്ള ഒരു വലിയ വ്യക്തിത്വം. അവാർഡുകളുടെ എണ്ണം പറഞ്ഞാൽ തീരില്ല. പല അവാർഡും, സംസ്ഥാന അവാർഡുകളും, അങ്ങനെ അവാർഡുകളുടെ ഒരു പരമ്പര തന്നെയാണ്. എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായ ഒരു വലിയ പ്രതിഭ, ബഹുമുഖ പ്രതിഭ. അദ്ദേഹം തീർച്ചയായും ഇത് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ, അത് പറഞ്ഞാൽ തീരില്ല. അതിശയോക്തിയൊന്നുമല്ല. മനസ്സിന് വിഷമം വരുമ്പോൾ, മനസ്സിന് ദുഃഖം വരുമ്പോൾ, മനസ്സിൻ്റെ മുന്നിൽ മൂകത തളം കിട്ടുമ്പോൾ അദ്ദേഹം എഴുതിയ ഒരു 5 പാട്ട് കേട്ടാൽ മതി. നമ്മൾ വളരെ എനർജറ്റിക്കായിട്ട്, വളരെ ഉന്മേഷത്തോടെ നമുക്ക് ഓരോ ദിനവും കടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ കാലാതീതമായ ആയിരക്കണക്കിന് ഗാനങ്ങളും സിനിമയും സംവിധാനവും എല്ലാം ചെയ്ത അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.